തള്ളിയിട്ടോ പൊന്നു ചേച്ചിനെ? ഞാനല്ല കേട്ടോ, അമ്പിളിച്ചേട്ടൻ. അമ്പിളിച്ചേട്ടന്റെ ക്യാരക്ടർ നേരെ ബാക്കിൽ നിന്ന് ഫോൺ എടുത്തു, വിളിച്ചു. അപ്പൊ നിഖില് കാണിച്ചു കൊടുത്തു. അപ്പൊ തെസ്നി ഇത് കുലുങ്ങുന്നുണ്ട്. തെസ്നി റെഡ് ലൈറ്റ് കണ്ടിട്ട് തെസ്നി എടുത്തു. Sister of Shah Rukh Khan. No. Yeah, okay. Are you terrorist? No, artist. ബാലതാരമായിട്ട് തെളിയിച്ചു, അതിനുശേഷം നായകനായിട്ട് തെളിയിച്ചു, മനുഷ്യരുടെ ഡയറക്ടറായിട്ട് തെളിയിച്ചു. ഇതുപോലെ എന്ത് വേണം? അച്ഛനായിട്ട് തെളിയിച്ചു. അയ്യോ, രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ട് തെളിയിച്ചു. ഞാൻ ഇന്റർവെൽസിൽ ഞാൻ ഓരോന്ന് പഠിക്കാറുണ്ട്. ഞാനിപ്പോൾ കളരി കുറെ കോവിഡിന് മുമ്പ് കളരിയായിരുന്നു ഉണ്ടായിരുന്നത്. 2 വർഷത്തോളം കളരി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ യോഗ, യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ പോയി. ഞാൻ പറഞ്ഞ ഒരു ആക്ടർ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ലെവൽ എനിക്ക് കിട്ടിയത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ്. സോ ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ടിങ്. ഇപ്പോൾ ഈ സെറ്റ് ഇപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന റൈഫിൾ ക്ലബിന്റെ ടീം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സുജിത ചേച്ചിയെ മനസ്സിലായില്ല. ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇല്ലയോ ഞാൻ നോക്കാൻ പോവാണ് കേട്ടാ. ഇനി ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്നാൽ സംഭവങ്ങളെല്ലാം ഇവിടെ സർപ്രൈസസ് ഒക്കെ നമുക്ക് ഇവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, ആ കണ്ണു തുറന്നു. ഞങ്ങള് ഇപ്പൊ ഒരു സെറ്റിന്ന് ഇന്നലെയാണ് ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്, മിസ് യു ഓൾ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങളുടെ റൈഫിൾ ക്ലബില് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. കണ്ടോ, ഞങ്ങളുടെ ഒരു വിളിയിൽ വിനീതേട്ടൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടി എത്തിയതാ. രമ്യ ഉണ്ടായിരുന്നില്ല പ്രോഗ്രാമില്? ഇല്ലേ, നമ്മൾ അമേരിക്കക്ക് പോയപ്പോ. അമേരിക്കയിലെ രമ്യല്ലേ? ആ ഉണ്ട്, നമ്മളെല്ലാരും കൂടെ അല്ലേ അമേരിക്കക്ക് പോയത്. ഈ ജംഗ്ഷനിൽ നിന്നും ആ ജംഗ്ഷനിലേക്ക്. അപ്പൊ ഇന്നലെ ഷൂട്ട് എപ്പോഴാണ് തീർന്നത്? അവിടെ ഷൂട്ടിംഗ് എനിക്ക് നമ്മുടെ 28-ാം തീയതി തീർന്നു. തീർന്നു. അവിടുന്ന് ഞാൻ നേരെ നിഷാദിന്റെ മൂവിയിലോട്ട് ജോയിൻ ചെയ്തു. ഓഹോ, ഒരു അന്വേഷണത്തിന് തുടക്കമൊന്നും പറഞ്ഞു. സുന്ദരി ലൊക്കേഷനിൽ വരിക. ആണോ? അവിടെ വേറെ രൂപത്തിലായിരുന്നു. റൈഫിൾ ക്ലബ്ബ് ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതില് ഓരോ ക്യാരക്ടറിനും ഭയങ്കര ഐഡന്റിറ്റി ഉള്ള കോസ്റ്റ്യൂം, ഐഡന്റിറ്റി ഉള്ള പെർഫോമൻസ് ഒക്കെയാണ്. അത് ഭയങ്കര സസ്പെൻസ് ആണ് പൊന്നമ്മ ചേച്ചിയുടെ ക്യാരക്ടർ. ഞാൻ പറയുന്നത് വിശേഷമായിട്ട് ഞങ്ങൾ അവിടെ എത്ര ദിവസം അവിടെയായിരുന്നു. നമ്മുടെ വിനീതിന്റെ പടം ഇറങ്ങിയിരിക്കുമല്ലേ, എനിക്ക് അതാണ് കണ്ടോ പവി കെയർടേക്കർ കണ്ടോ? കാണാൻ പറ്റിയില്ല. പക്ഷെ പൊന്നമ്മ ചേച്ചി അവിടുന്ന് തന്നെ തിയേറ്ററിലൊക്കെ വിളിച്ചു ചോദിച്ചു. ഞാൻ ആക്ച്വലി റിലീസ് ഡേ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. കാരണം ഡയറക്ടർ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ അത് അന്ന് ആ സീൻ എടുക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ അവിടെ പോയി ലൊക്കേഷനിൽ പോയി തിരിച്ച് രാത്രിയാണ് വന്നത്. അപ്പോൾ പടം റിലീസായിട്ട് പൊന്നമ്മ ചേച്ചി എവിടെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് അഭിപ്രായമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കൊള്ളാം. ഞാൻ അന്വേഷിച്ചത് നല്ല സൂപ്പറായിട്ട് പോകുന്നു. പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു വന്നു. തിയേറ്റർ നല്ല ഹൗസ്ഫുള്ളാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ തന്നെ വിനീതേ സൂപ്പറാ, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ അന്ന് കേക്കൊക്കെ മുറിച്ചു അവിടെ. ആണല്ലേ? മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. ഞാൻ കണ്ടു മൂവി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്റർടൈനർ മൂവി. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും. കാരണം ഈയിടെ വന്ന ദിലീപന്റെ സിനിമ എല്ലാം കണ്ടപ്പോ ഞാൻ ആ ഒരു ഇതായിരിക്കും, വീണ്ടും ഇങ്ങനെയാണോ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഇങ്ങനെയാ പോയത്. പക്ഷെ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അതെ എന്റർടൈനർ ആയിരുന്നു. പിന്നെ ചേച്ചി, നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള വിശേഷം പറഞ്ഞേ. ഈ ഒരു മകന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചതല്ലേ, കൊള്ളാവോ ഇത് മകനാന്നൊക്കെ പറയാൻ? കൺമഷിയില് അമ്മായിയായിരുന്നു അല്ലേ? കൺമഷിയില് പൊന്നമ്മ ചേച്ചി പൂളിലൊക്കെ ഒരു ഏറ്റവും ഹൈ എത്ര ഇതാ പൂള്? 6 അടിയാ, 10 ഫീറ്റ് വരെയുള്ളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ 6-8 തള്ളിയിട്ടോ പൊന്നമ്മ ചേച്ചിനെ? ഞാനല്ല കേട്ടോ, അമ്പിളിച്ചേട്ടൻ. ഒരു ലൊക്കേഷനിലെ വിശേഷം ഞാൻ പറഞ്ഞു.
അത് വിനീതിനെ ഇവരുടെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനത്തെ ഒരു കഥാപാത്രം അമ്പിളിച്ചേട്ടൻ എന്റെ ഓപ്പോസിറ്റ്. ഞാൻ സ്കൂൾ കയറ്റി കൊടുക്കുക, അതെ, ചോദിക്ക് ഓരത്തിലൊക്കെ പറയുന്നത് സ്കൂൾ കയറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പൊന്നമ്മ ചേച്ചി ഞാനുമായിട്ടുള്ള നല്ല മൊമെന്റ്സ് ശരിക്കും ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോഴാണ്. ഞങ്ങളല്ല, നമ്മൾ അമേരിക്കയിൽ പോയപ്പോഴാണ്. അയ്യോ, എത്രയോ ദിവസങ്ങൾ. തെസ്നിയും അതെ, എന്തൊക്കെ ഓർമ്മകളായിരുന്നു. ചേച്ചിക്ക് അതൊക്കെ ഓർമ്മയില്ലേ? പിന്നെ ഞങ്ങൾ സെറ്റില് ഞാൻ ആ കഥ പറഞ്ഞിട്ട് ഭയങ്കര ഓർമ്മയുണ്ട്. രമ്യ അത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഫ്ലൈറ്റില് ആക്ച്വലി ഫോൺ ചെയ്യാലോ നമുക്ക്, സീറ്റ് ടു സീറ്റ്. അപ്പൊ ഇത് അറിയില്ലായിരുന്നു ആദ്യം. അപ്പൊ ഞാൻ ഇത് കുറെ നേരമായി സിനിമ കാണുന്നു, അമേരിക്കയിലേക്ക് നമുക്കൊരു 14 hours ജേർണി ഉണ്ട് USA എത്താൻ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഫോണ് ചെയ്യാന്ന് ഞാൻ കണ്ടപ്പോ ഇത് ആരെ വിളിക്കാന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു നോക്കിയപ്പോ പൊന്നമ്മ ചേച്ചിയും ടെസ്നിയും കൂടെ ഇരുന്നിട്ട് ഭയങ്കര കഥ പറച്ചില്. അതിന്റെ ഇപ്പഴത്തെ സൈഡിലാണ് നിഖിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ തെസ്നി ഭയങ്കര ലൗഡായിട്ടാണ് ചേച്ചിയുടെ. അപ്പൊ ചേച്ചി ഇങ്ങനെ, അപ്പൊ ബാക്കി എല്ലാവരും ഉറങ്ങുക, അപ്പൊ ചേച്ചി ഇങ്ങനെ എല്ലാം കേട്ട് തലവുലുക്കുന്നു. അപ്പൊ എന്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ അത് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ നിഖിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിഖിലെ ഞാൻ ഫോൺ ചെയ്യും, അപ്പൊ നീ ഒന്ന് ഇൻഫോം ചെയ്യണം, കാരണം ഈ ഫോൺ ഇങ്ങനെ റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുള്ളൂ, സൗണ്ട് വരില്ല. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബാക്കിലെ സീറ്റിൽ, പണി കൊടുത്തതല്ലേ, ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയിട്ട്, കാരണം നമുക്ക് ഇങ്ങനെ ബോറടിച്ച് പോവല്ലോ, രണ്ട് സിനിമയൊക്കെ കഴിഞ്ഞു, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ ബാക്കിൽ നിന്ന് ഫോൺ എടുത്തു, വിളിച്ചു. അപ്പൊ നിഖിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ തെസ്നി ഇത് കുലുങ്ങുന്നുണ്ട്. തെസ്നി റെഡ് ലൈറ്റ് കണ്ടിട്ട് തെസ്നി എടുത്തു. അപ്പൊ ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ഹായ് ദിസ് ഇസ് ക്യാപ്റ്റൻ. അപ്പൊ തെസ്നി വാട്ട്, വാട്ട്സ് യുവർ നെയിം? Is it Tasnika? Yes. Sister of Shah Rukh Khan. No. Yeah, okay. Then why are you making noise? Please don't make noise, okay? People are sleeping and you are making, you know, it's very loud. Please keep quiet, okay? Otherwise I will make complaints and you will be. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ കത്തി കയറാം. അപ്പൊ ടെസ്റ്റ് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കാം. ടെസ്റ്റ് ഇങ്ങനെ പേടിച്ച് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, are you terrorist? But this no, artist. അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ കീപ് ക്വയറ്റ്, ഓക്കെ ഷട്ട് യുവർ മൗത്ത് ആൻഡ് കീപ് ദ ഫോൺ പറഞ്ഞു. ഉടനെ ജസ്റ്റ് ഫോൺ വെച്ച് പിന്നെ പൊന്നമ്മ ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നത് ബാക്കി. ഞാൻ ഓരോ ഞാൻ ജസ്റ്റിനെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരിക്കണേ കേൾക്കണേ. ജസ്റ്റിന്റെ മുഖമൊക്കെ മാറി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ പിടിച്ചു, എന്നെ പിടിക്കും, എന്താ പ്രശ്നം? അത് അറിയത്തില്ല, അതെ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കാൻ. അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചോ? ഞാൻ പറഞ്ഞ പറയാ നമുക്കേ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയി നോക്കൂടെ, രണ്ടാളും ബ്ലാങ്കറ്റ് ഇട്ടിട്ട് അവിടെ എത്തുന്നത് വരെ പിന്നെ മിണ്ടിയിട്ടില്ല തെസ്നി. അപ്പൊ തെസ്നി ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ഇക്കാര്യം പറഞ്ഞോ, വിളിച്ചെന്ന്? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ പോയിട്ട് പറയാം. അങ്ങനെ തെസ്നി അവിടെ ഇങ്ങനെ വിഷാദമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ തെസ്നിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, തെസ്നി ഫ്ലൈറ്റിൽ നിന്ന് നിനക്ക് കോള് വന്നില്ലേ? ക്യാപ്റ്റൻ വിളിച്ചോ? ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ വിളിച്ചോ? അത് എന്ന് പറയുമ്പോഴേക്കും പൈലറ്റ് അവര് മറ്റേ സൂട്ട് കേസുമായിട്ട് ഇങ്ങനെ പോകുന്നു, ഇയാളായിരിക്കൂടാ. അപ്പൊ പിന്നെ എനിക്ക് അവിടെ പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എമിഗ്രേഷനിൽ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ പടത്തിൽ അഭിനയിച്ച ഷൈജോ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അവരൊക്കെ അപ്പുറത്തെ ലൈനിൽ നിൽക്കുന്നു. ഞാൻ വെച്ചു ഇനിയും പാവം തെസ്നീനെ ഇത് വിട്ടേക്കാം എന്ന് വെച്ചാൽ ഞാൻ തെസ്നിയോട്, തെസ്നി നിന്നെ വിളിച്ചത് ക്യാപ്റ്റൻ ഒന്നും അല്ല. അല്ലടാ അവനുണ്ടല്ലോ ഷൈജോ, അവനാണ് അവനെ. അപ്പൊ പിന്നെ എനിക്ക് പറയാനേ പറ്റിയില്ല. അതാരാ പറഞ്ഞ ഷൈജു ചേട്ടാ വിളിച്ചത്? അറിഞ്ഞൂടാ, അത് എവിടുന്നോ. എന്തായാലും ഞാൻ ചെയ്യുന്നത് സൗണ്ട് മാറ്റി പറയുന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് മിമിക്രി ഉള്ള ആരുമാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്റെ ഷോ പിന്നെ ഷൈജു ആയിട്ട് മിണ്ടിയിട്ടില്ല. തെസ്നി എപ്പോഴും ഉടക്കാം. അത് കഴിഞ്ഞ് ഞാനും ഇത് വിട്ടുപോയി. അങ്ങനെ ഷോയുടെ എൻഡ് ഒരു തീർന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മളൊരു ടൂർ പോയല്ലോ, ഒരു യാത്ര പോയി. ആ യാത്രയിൽ എല്ലാവരും ബസ്സിലേക്ക് കയറി. അപ്പൊ തെസ്നി എന്റെ ഫ്രണ്ടിലിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്പോൺസർ വന്നിട്ട് പറഞ്ഞു എല്ലാവരും കയറിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, is there anybody waiting? Please come എന്ന് പറയുമ്പോൾ തെസ്നി പെട്ടെന്ന് തിരിഞ്ഞ് പിറകിലേക്ക് നോക്കി. കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ പിടിക്കപ്പെട്ടത്. അത് പക്ഷെ നല്ല രസമായിരുന്നു. എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരി ഞാൻ ഈ കഥ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നിഖിലും എന്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. കൊറേ വർഷമായില്ലേ
എത്ര വർഷം ഇപ്പൊ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത 15 വർഷം ഇപ്പൊ. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മള് പിന്നെ ഷോസുകളും അത് തിരക്കായി പോയില്ലേ. പിന്നെ ഇത് ആസ്വദിച്ചൊന്നും നമ്മൾ പിന്നെ പറഞ്ഞ് പിന്നീട് കാണുമ്പോൾ നമ്മള് പറഞ്ഞിരിക്കണത്. അപ്പൊ ഈ പൊന്നമ്മ ചേച്ചിയെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വിനീതേട്ടൻ കണ്ടോ, നല്ല മാന്യൻ, ഇങ്ങനെ പോലും ചെയ്യില്ല, ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്കിട്ട് പണി തന്ന വിനീതേട്ടനാന്ന് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ വിനീതേട്ടന്റെ വേറെ വല്ലതും ചേച്ചിക്ക് അറിയോ? ഇല്ല, അങ്ങനെ ഇത് കള്ളത്തരമൊന്നും അല്ല, ഇത് രസങ്ങളല്ലേ? നമുക്കിത് ആ ഫ്ലൈറ്റിൽ ഞാൻ അത് വിനീതിന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ ടീമുണ്ടേ, വേറെ ആൾക്കാരുണ്ട്. നിഖിലല്ല, സോറി, പിന്നെ വിനീത്, നിഖിലുണ്ട്, ഇവരെല്ലാം ഒറ്റ കമ്പനിയല്ലേ. അതെ, കൂടെ പോയി തമാശക്ക് ഒപ്പിച്ചതാണെന്ന് അല്ലേ? നല്ല പയ്യനല്ലേ? ആണോ? എനിക്ക് തോന്നുന്നില്ല നല്ല പയ്യനാന്ന്. പൊന്നമ്മ ചേച്ചിക്ക് വിനീതേട്ടൻ സിനിമയിൽ ആക്ട് ചെയ്ത് കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം, അത് വിനീതേട്ടനെ ഡയറക്ട് ചെയ്ത് ഇപ്പൊ എല്ലാ മൂവീസും തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിനീത് അഭിനയിക്കുകയും ചെയ്യട്ടെ, ഡയറക്ട് ചെയ്യുകയും ചെയ്യട്ടെ, രണ്ടും ചെയ്യട്ടെ. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അതെ, എല്ലാവരും നാളെ ഞാൻ അഭിനയിക്കും, നാളെ ഞാൻ ഡയറക്ട് ചെയ്തൊക്കെ ഇരിക്കും. പറയാൻ പറ്റുമോ? കണ്ടോ? അതെ, കാരണം പൊന്നമ്മച്ചിയുടെ മോള് ഇപ്പൊ ഡയറക്ഷനിലുണ്ട്. അതെ, മോള് ഭയങ്കര ഇതിൽ നിൽക്കുകയാണല്ലോ, പോയി പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പറയാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. ഇതുവരെ മനസ്സിൽ ഡയറക്ട് ചെയ്തതിനെ പറ്റി ഒന്നുമില്ല. നാളെ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതൊക്കെയാണ്. അത് തന്നെ വിനീത് അതിനുള്ള കഴിവുണ്ട് വിനീതിന്. ഇപ്പൊ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. നന്നായിട്ട് തെളിയിച്ചു, ബാലതാരമായിട്ട് തെളിയിച്ചു, അതിനുശേഷം നായകനായിട്ട് തെളിയിച്ചു, അതിനുശേഷം ഡയറക്ടറായിട്ട് തെളിയിച്ചു. ഇതിൽ കൂടുതൽ എന്ത് വേണം? അച്ഛനായിട്ട് തെളിയിച്ചു. അയ്യോ, രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ടും തെളിയിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ചേച്ചി അതൊക്കെ ട്രോളും സാധ്യതയുണ്ട്. ചേച്ചിക്ക് വിനീതന്റെ ഡാൻസ് ഇപ്പൊ കൊറേ നാളായിട്ട് കാണാതിരിക്കല്ലായിരുന്നോ? അത് പക്ഷെ എന്നാലും കുറവായിരുന്നു. ഈ ഷോസിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി. ഞാനും ഉണ്ടാവും ഡാൻസ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണും എന്നുള്ളത്. കാണുന്നുണ്ട്. ഒരിക്കലും ഞാൻ വിനീതിനെ ഒരുപാട് നാളായിട്ട് ഇപ്പൊ പിന്നെ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്തു. കാരണം പാക്കപ്പ് പാർട്ടി അവിടെ നിങ്ങള് അവിടെ സുരഭി ഉള്ളതുകൊണ്ട് നല്ല രസമുള്ള ടീമാണ്. ഞങ്ങളുടെ ആക്ടേഴ്സ് എന്ന് പറയുന്ന ടീം ഭയങ്കര രസമാണ്. അതുപോലെ മേക്കേഴ്സിന്റെ സൈഡിലുള്ള ആളുകളും എല്ലാം ക്രൂവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്രൂ ആണ്. ആഷികായാലും മറ്റേ നമ്മുടെ ശ്യാമായാലും ഷർഫു, സുഹാസ്, പിന്നെ നമുക്ക് ഇപ്പൊ സിനിമയിൽ കണ്ടുവരുന്ന പ്രവണതയാണ് ക്യാരവൻ ഫെസിലിറ്റീസ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, നിങ്ങൾ എങ്ങനെയാ അപ്പൊ ടൈം? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അവിടെ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുണ്ടക്കയത്ത് ഞങ്ങളൊരു കുറച്ച് ഓഫ് റോഡ് പോയിട്ടുള്ള ഒരു ബംഗ്ലാവിലാണ് ഷൂട്ട്. അപ്പൊ അവിടെ കാരവാൻ സെറ്റപ്പ് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ സെപ്പറേറ്റ് ലൊക്കേഷനിൽ റൂംസ് സെറ്റ് ചെയ്തു, എയർ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് റൂംസ് സെറ്റ് ചെയ്തു. അത് ഓരോരുത്തർക്കും പേരെഴുതിയിട്ട് റൂംസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാം കൂടെ ഒരു റൂമിൽ പോയിരിക്കും. അപ്പൊ കുട്ടേട്ടനുണ്ട്, വാണി ചേച്ചിയുണ്ട്, അങ്ങനെ ഒരു രസമുള്ള ഒരു ക്രൂ ആണ്. സുരേഷ് ചേട്ടൻ, സുരേഷ് കൃഷ്ണൻ, രാമചേട്ടൻ, റാഫി സാറ്, സെന്ന ഹെഗ്ഡെ, അങ്ങനെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഇവിടുന്ന് ഒരു കൗണ്ടർ വരും, അവിടെ വേറൊരു കഥ വരും. കുട്ടേട്ടൻ കുറെ പലഹാരമായിട്ട് വരും, ആ പലഹാരത്തിന്റെ പരസ്യം സുരഭി ചെയ്യും. അത് കഴിഞ്ഞിട്ട് സുരഭി രാമചേട്ടൻ ഒരു മെസ്സേജ് അയക്കും, രാമചേട്ടാ നാളെ കുട്ടേട്ടനെ വെല്ലുന്ന ഡ്രസ് ഇട്ടിട്ട് വരണം. അപ്പൊ അതേ മെസ്സേജ് കുട്ടേട്ടൻ അയക്കും. ഇത് തമ്മിൽ അങ്ങനെ എവറി ഡേ എന്തെങ്കിലും ഒരു പുതിയ ഇവന്റ് ഉണ്ടാവും. അത് ശരിക്കും വിനീതൻ ഇപ്പൊ വേറെ സെറ്റുകളിലൊക്കെ പോകുമ്പോ, ഇപ്പൊ വിനീതന്റെ തന്നെ മൂവിയിലാണെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. എല്ലാരും ഇപ്പൊ ക്യാരവണിൽ പോയിട്ട് അവരുടെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കല്ലേ. അപ്പം ഇങ്ങനത്തെ ആ ഒരു നിമിഷങ്ങൾ എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ലേ തരുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രി വീണ്ടും ആ ഒരു ഇതിലേക്ക് പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതെന്നാറിയാവോ, നമുക്ക് ഒരു പടത്തിന്റെ ഷൂട്ട് വരുന്ന അവിടെ ഞങ്ങൾ 40 ദിവസം അവിടെ തന്നെയായിരുന്നു, ഷിഫ്റ്റ് ഇല്ല. ഈ ഷിഫ്റ്റിംഗ് ഒരുപാട് വരുമ്പോഴാണ് നമ്മൾ ക്യാരവൻ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നമ്മളൊരു സിംഗിൾ ലൊക്കേഷനാണ് നമ്മുടെ ഇപ്പൊ ഈ സിനിമയുടെ ഒരു 80% ആ ലൊക്കേഷനിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ പല പല ഷിഫ്റ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ എല്ലാവർക്കും സ്ത്രീകൾ ആക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന ഡ്രസ് ചേഞ്ചിനായാലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു കംഫർട്ടായിട്ട് നമ്മൾ പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് അടുത്തുള്ള ഒരു വീട് കണ്ടുപിടിക്കാറാണ്. അങ്ങനെ എല്ലായിടത്തും പോസിബിൾ അല്ല ഇപ്പൊ. അതുകൊണ്ട് യൂസ് ചെയ്തേ പറ്റൂ. ഈ പൊന്നമ്മ ചേച്ചി എന്നെ നോക്കി സംസാരിക്കുമ്പോഴൊക്കെ ഈ മറുക് പെട്ടെന്ന് ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കല്ലേ. അത് ഞാൻ കണ്ടപ്പോഴേ പെട്ടെന്ന് നോക്കുന്നത് വിനീതനും പണ്ടുണ്ടായിരുന്നു. എനിക്ക് അതേ സ്ഥലത്ത് ഞാനത് ഒരു ആയുർവേദ
ഒരു നല്ലൊരു വൈദ്യരെ കിട്ടിയപ്പോൾ വൈദ്യർ ഒരു മരുന്ന് വെച്ച് പക്ഷെ അത് തുടച്ചു. ഭയങ്കര അഴകായിരുന്നു. അഴകായിരുന്നു. അതെന്തിനാ മാറ്റി അങ്ങനെ? അല്ല എനിക്കത് എന്റെ കൂടെ തന്നെ വളരുന്ന പോലെ ഒരു തോന്നല്. അപ്പൊ ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എടുത്ത് മാറ്റിയത്. മാറ്റി. ഓ, ആയുർവേദം കൊണ്ട് അത് മാറ്റാൻ പറ്റിയല്ലേ? ഭാഗ്യായിരുന്നു കളഞ്ഞത്. അല്ല, ഭാഗ്യം ജനിക്കുമ്പോ അതെന്റെ കൂടെ, എന്നോട് ഇത് പറഞ്ഞപ്പോ ഞാൻ അതാ പറഞ്ഞു, ഭാഗ്യം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതെന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ പൊന്നമ്മ ചേച്ചി ഇരിക്കുമ്പോ തന്നെ നമുക്ക് വിനീതേട്ടന്റെ കുറച്ച് നല്ല നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് കേട്ടോ ചേച്ചി ഇടാൻ പോവാണ്. നമുക്കിത് കാണാം. ആരാ ഇത്? അതെ, ഇങ്ങനെ കണ്ടില്ലേ ഈ ചിരിക്കരുത് ഞാൻ. എന്നാ ഈ മറുക് മാറ്റിയേ? ഇല്ല, മറുക അതാ ഞാൻ അല്ല, എന്നാ മാറ്റിയെന്ന്? എന്നാ മാറ്റിയെന്നോ? മാറ്റിയിട്ട് കുറെ വർഷങ്ങളായി. ആണോ? കുറെ വർഷങ്ങളായി. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോ ആ സമയത്തൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല, ആ സമയത്തൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ അത്രയും കുറെ മുന്നേ വർഷം. മാറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷേഡും കൂടി ഇപ്പുറത്ത് വരുന്നു. ഇപ്പൊ പൊന്നമ്മ ചേച്ചിയുടെ പോലെ കുറച്ച് പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ നമ്മുടെ ഫോക്കസ് ഒന്ന് കണ്ണിങ്ങനെ ഒരു കളർ ചേഞ്ചും പിന്നെ ഒരു ഇങ്ങനെയും കൂടെ വരുമ്പോ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോക്കസ് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാറ്ററിലേക്ക് വരുള്ളൂ ആളുകൾ. ഓ, സബ് കോൺഷ്യസ്ലി അങ്ങനെ ഒരു ശ്രദ്ധ പോകുന്നത് കൊണ്ട്. ഓ, അതുകൊണ്ട് മാറ്റിയതാണ്. ഓക്കെ. വിനിതൻ ഇതിനകത്ത് ഇപ്പൊ കണ്ടതൊക്കെ അത്രയും ചെറിയ ക്യാരക്ടറും കാര്യങ്ങളും ഇതെല്ലാം വിനിതൻ ഇപ്പൊ ആ സിനിമകളൊക്കെ കാണുന്നുണ്ടോ? ഞാൻ കാണാറില്ല. എന്റെ മക്കള് ഇടക്ക് പിള്ളേര് ഇടക്ക് കാണും. അവര് അതെ, ചില ഫോട്ടോ, കാരണം അവരുടെ പ്രായത്തിനേക്കാളും അതെ, അവർക്ക് ചെറുതാണ് ഞാൻ ചില ക്യാരക്ടേഴ്സ്. വിനിതൻ ഇപ്പൊ ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ? ഞാൻ കാണാറില്ല. ഇല്ല. കുട്ടികൾ എന്താ സിനിമ കാണുമ്പോ അപ്പൊ പറയണേ? ഇപ്പത്തെ മൂവീസ് ആണെങ്കിലും ഈ മൂവീസ് ഒക്കെ കാണുമ്പോഴും ഇതുവരെ ഇവര് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇടക്ക് ഐ മീൻ ചിലപ്പോ നമ്മള് യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലിമലർ കാവിലൊക്കെ വരും. ആ പാട്ടൊക്കെ വരുമ്പോ ഇങ്ങനെ പാട്ടുകൾ കാണും. എന്നാലും ഇങ്ങനെ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ വിനീതൻ തോന്നിയിട്ടില്ലേ മക്കളുടെ കൂടെ ഇരുത്തി എന്റെ മൂവീസ് ഒക്കെ കാണിച്ചു കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും? ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം, പവി കെയർടേക്കർ ആയാലും സൈമൺ ഡാനിയൽ ആയാലും അതിനു മുമ്പുള്ള സിനിമ, അതൊക്കെ അവര് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടിട്ടുണ്ട്, എന്റെ കൂടെ കണ്ടു. ബാക്കി അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അവരെ കാണിക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അവര് കുറച്ചും കൂടി വലുതാവുമ്പോഴായിരിക്കും ചിലപ്പോ ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂലകത്ത് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞു കേട്ടില്ലേ, അച്ഛൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവരാഗ്രഹിക്കുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സിനിമയും അല്ലെങ്കിൽ സിനിമയുടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അഭിനയിക്കുമ്പോൾ ഈ പടം വടക്കൻ വീരാതെ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല മമ്മൂക്ക ഒരു വലിയ താരമാണെന്നോ. മമ്മൂക്കയെ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ നാട്ടിലൊരു ഇനോഗ്രേഷൻ വന്നപ്പോൾ മമ്മൂക്കയെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഐ മീൻ ഞാനന്ന് 4th പഠിക്കുക. അപ്പൊ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മമ്മൂക്ക വരുന്നുണ്ട്. അന്ന് മമ്മൂട്ടിന്ന് കുട്ടികളും വിളിക്കുമല്ലോ, മമ്മൂട്ടി വരുന്നുണ്ട് അച്ഛൻ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു മമ്മൂട്ടിക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത, നമ്മളെ പോലുള്ള മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒളിച്ചു പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു. എന്നെ കാണിച്ചില്ല. പിന്നെ എനിക്ക് അവസരം കിട്ടുന്ന വടക്കൻ വീരാതയിലാണ് മമ്മൂക്ക. അപ്പൊ അങ്ങനെ മമ്മൂക്കയുടെ കൂടെ സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. അപ്പൊ മമ്മൂക്ക എന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയ ഒരു ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം പോയി കണ്ടു, എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന് കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പിന്നെ കൊണ്ടുപോയി കാണിക്കുക. ഞാൻ കാണിക്കുന്നതിനേക്കാൾ മുമ്പ് അത് പത്രത്തിൽ വന്നു ആ ഫോട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര രസമുള്ള അത്തരം കുറെ അനുഭവങ്ങൾ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഉണ്ടാവില്ലേ. അപ്പൊ അതില് നമുക്ക് അറിയില്ല ആ സമയത്തൊന്നും ഇവര് എന്തുമാത്രം. അതേപോലെയാണ് ഇപ്പൊ എന്റെ മക്കൾക്ക് സിനിമ അറിയില്ല. ഐ മീൻ സിനിമയുടെ ഇമ്പോർട്ടൻസ് അറിയുന്നില്ല, വാല്യൂ മനസ്സിലാവുന്നില്ല. അവർക്ക് ആകെ അറിയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പബ്ലിക്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഈ സെൽഫി എടുക്കാൻ ആളുകളൊക്കെ വരുമ്പോഴാണ് ഇവരെന്തിനാണ് ഇങ്ങനെ അച്ഛന്റെ കൂടെ സെൽഫി എടുക്കുന്നത്. അപ്പൊ ഇവരിപ്പത്തെ മൂവി കണ്ടിട്ട് എന്താ അഭിപ്രായം? അവര് കൃത്യമായിട്ട് അഭിപ്രായം പറയും. അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ഇപ്പൊ എന്തെങ്കിലും ഒരു പവിയുടെ ക്ലിപ്പ് ഞാൻ കാണുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെയും അതിനകത്തുള്ള നമ്മൾ ഈ പ്രൊമോ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിനകത്തൊരു മരപ്പട്ടിയുടെ സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് കേട്ടപ്പോ തന്നെ ചെറിയ ആൾ ഓടി വന്നിട്ട് ഓഫ് ആക്കല്ലേ കാണണം എന്ന് അങ്ങനെ മുഴുവൻ കാണുക. കുട്ടികൾ ഫുൾ, എന്റെ മോള് ഞാനും കൂടെ കണ്ടേ, അവള് കമന്ന് കിടന്ന് ചിരിയായിരുന്നു. കാരണം എന്താ പറയാ, ഞങ്ങൾ എപ്പോഴും അത് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ദിലീപേട്ടന്റെ അടുത്ത് വേറെ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞങ്ങളാണ് ഇങ്ങനെ ഒരു സീൻ ആലോചിച്ചത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ആ രീതിയിൽ പെർഫോം ചെയ്തത് ദിലീപേട്ടനാണ്.
അപ്പൊ പല നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ഇത് വേണ്ട, സ്ക്രിപ്റ്റ് ഒന്നും കുറെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിലീപേട്ടൻ ഒറ്റ നിർബന്ധം ഇതായിരുന്നു, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല, ഈ എപ്പിസോഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ട് വർക്കായി എന്നുള്ള തിയേറ്ററിൽ നമുക്ക് ആ റെസ്പോൺസ് മനസ്സിലാവും. ചെറിയ കുട്ടികളൊക്കെ കെട്ടന്ന് ചിരിക്കുകയാണ് ആ എപ്പിസോഡ്. ഇതില് രണ്ടുപേരും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ, രണ്ട് കുട്ടികളും തമ്മിൽ. അതില് ആർക്കാണ് കൂടുതലും ഈ സിനിമയോടൊക്കെ താല്പര്യവും, കാണണം, കണ്ടിട്ട് അവര് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യോ, അച്ഛാ മൂവി നല്ലതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ ഇല്ല, എന്റെ മൂത്ത ആളാണ് നമുക്ക് അങ്ങനെ കമന്റ് ചെയ്യാൻ പ്രായമുള്ള ഒരാൾ, ചോദിക്കാൻ പറ്റിയ ഒരാൾ. ഇപ്പൊ 7th കഴിഞ്ഞു. പക്ഷെ അവള് ഭയങ്കര മൂത്ത മൈത്രേയി. അപ്പൊ മൈത്രേയുടെ അടുത്ത് ചോദിച്ചാൽ അവള് പറയും, അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അടുത്ത് അഭിപ്രായം പറയില്ല. അവള് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. രണ്ടാമത്തെ ആള് കുറച്ച് എന്താ പറയാ, നന്നായിട്ട് കൃത്യമായിട്ട് കാര്യം പറയുന്ന ഒരാളാണ്. പക്ഷെ സിനിമ ഇഷ്ടായോ എന്ന് ചോദിച്ചാൽ അത്രേ പറയുള്ളൂ രണ്ടാമത്തെ ആള്. അച്ഛന്റെ വകുഭേദങ്ങളാണ് അച്ഛന്റെ കഴിഞ്ഞ് വരുമ്പോ അവര് മനസ്സിലാക്കി തുടങ്ങുമ്പോഴത്തേക്ക് അവരെല്ലാം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയും. ഓക്കെ ചേച്ചിക്ക് ഇനി പോയിട്ട് അടുത്ത ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോവാണ് നേരെ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് ഇന്ന് ഈ ഒരു സമയത്ത് നമ്മുടെ വിനീതിന്റെ പടം റിലീസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദിലീപിന്റെ പടം. അപ്പം ഞാൻ ദിലീപിനെ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ വിനീതിനെ വിളിച്ചപ്പോ തന്നെ ഞാൻ ദിലീപിന് അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, വിളിച്ചു. നല്ല റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷം. ചേച്ചി കാണണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടില്ല, തീർച്ചയായും കാണുമെന്ന് പറഞ്ഞു. എന്നാൽ 2 ദിവസം എന്തായാലും ഞാൻ പടം കാണും. തീർച്ചയായും കോട്ടയത്ത് കാണാൻ പറ്റുന്നുണ്ട്, കോട്ടയത്ത് കാണും. കോട്ടയത്താണ് ഷൂട്ട്? കോട്ടയത്താണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് പോണം, ഇപ്പൊ അവിടുന്ന് വന്നതും അതായിട്ട് വളരെ സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷം പൊന്നമ്മ ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മുടെ പൊന്നമ്മ ചേച്ചി വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മ്യൂസിക് ഇട്ടില്ലേ, മ്യൂസിക് ഇട്ടപ്പം വിനീതേട്ടൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അത് ഇരിക്കുന്ന കാണാൻ നല്ലൊരു രസം, കാരണം കണ്ണടച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ മുഖത്ത് ഭയങ്കര പുഞ്ചിരിയാണല്ലോ വിനീതേട്ടാ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. എന്നോട് ആദ്യം പറഞ്ഞ നോട്ടമാണ് ഇഷ്ടം, ഇപ്പൊ കണ്ണടച്ചപ്പോഴും നിങ്ങളുടെ മുഖം ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും ഇപ്പൊ വീണ്ടും ഇത് ഞാൻ ആദ്യം ഇന്റർവ്യൂല് പറഞ്ഞു, ചിരിയുണ്ട്, ചിരിയുടെ ഒപ്പം തന്നെ കണ്ണും ഉണ്ടെന്ന്. ഓക്കെ, പൊതുവെ ഈ ഭക്ഷണമൊക്കെ വിനീതന്റെ രീതി എങ്ങനെ? ഇപ്പം ഭയങ്കര ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, ഇപ്പൊ ഡാൻസും കൂടെ ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇനി കുറച്ച് കോൺഷ്യസ് ആവണം ഹെൽത്തിന്റെ കാര്യത്തിൽ, അങ്ങനെ ഒരു ഇതുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഡയറ്റ് ഒന്നും നോക്കുന്നത്. ഒന്നാമത് ഞാൻ ഭയങ്കര ഫുഡി അല്ല, എനിക്ക് അങ്ങനെ ഭയങ്കര ഭക്ഷണപ്രിയനല്ല, ഒരുപാട് കഴിക്കുന്ന ആളല്ല. അത് ഓരോരുത്തരുടെ ഈ ഡൈജസ്റ്റീവ് ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര സ്ലോ ബേൺ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേരം കഴിച്ചാൽ പിന്നെ ഒരു ലോങ് ഇന്റർവെൽ എടുക്കും. അടുത്ത ഈ ബ്രേക്ക് ഇന്റർവെൽസിൽ ഒരുപാട് കഴിക്കുന്ന ശീലവും ഇല്ല. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഭക്ഷണശീലമുണ്ട്. ഞാനിപ്പോൾ തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിലായിരിക്കും, അങ്ങനെയൊക്കെ രാവിലെ. പിന്നെ മധുരം ഈ ചായയിലും കാപ്പിയിലൊന്നുമില്ല. പക്ഷെ ലഡു കഴിക്കും, ജിലേബി കഴിക്കും, പായസം കഴിക്കും. ഇതൊന്നും എപ്പോഴും ഇല്ല, എനിക്ക് താല്പര്യം തോന്നുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കാം. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ജിമ്മിൽ പോവാ അങ്ങനെയൊക്കെ? ജിമ്മില് ഞാൻ പോകുന്നത് വളരെ കുറവാണ്. ഞാൻ അതല്ലാതെ എൻ്റെ ഒരു പാറ്റേൺ ഓഫ് വർക്കൗട്ട് ഉണ്ട്. ചില ദിവസം യോഗ ചെയ്യും, ചില ദിവസം ഹാർഡ് വർക്കൗട്ട് സെഷൻസ് ഉണ്ട്, അത് ചെയ്യും. പിന്നെ ഞാൻ ഇന്റർവെൽസിൽ ഞാൻ ഓരോന്ന് പഠിക്കാറുണ്ട്. ഞാനിപ്പോൾ കളരി കുറെ, കോവിഡിന് മുമ്പ് കളരി ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 വർഷത്തോളം കളരി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹഠയോഗ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് കിക്ക് ബോക്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 months പോയി. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, പുതിയ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് നമ്മളുടെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്, നമുക്ക് എപ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കുമെന്നാണ് നമ്മളെപ്പോഴും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ശരിക്കും അപ്പൊ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡാൻസ് ഇതുപോലെ ഷോസ് വരുമ്പോൾ ചെയ്യും. പിന്നെ ഡാൻസ് കംപ്ലീറ്റ്ലി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മെറ്റീരിയൽസ് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? പറയാറായിട്ടില്ല. ഐ മീൻ അതിന്റെ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ബട്ട് ഇപ്പൊ കുറച്ച് സിനിമയുടെ തിരക്കുകളും കാര്യങ്ങളും ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സിനിമയിലാണ്. കാരണം അതിൽ നിന്ന് ഞാൻ ഒരു ഇന്റർവെൽ എടുക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ടും ഞാൻ ആ പ്രൊഡക്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, വിനീതേട്ടൻ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അത് വിനീതേട്ടൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താണെന്ന് അതിനകത്തുള്ള ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അതില്ലെങ്കിൽ ഇതില്ല, ഇതില്ലെങ്കിൽ അതില്ല. അല്ല, കാരണം ഇതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡാൻസ് പഠിച്ചു, ഡാൻസിലൂടെയാണോ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട് ഇങ്ങനെ സിനിമയിലേക്ക് വന്നത്? അതെന്താണെന്നറിയോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയൊരു എല്ലാ സാധനങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ട് ഇവിടെ ഉണ്ടാവുന്നതിന്. അപ്പൊ ആ പർപ്പസ് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമാവുന്നേ ഉള്ളൂ. ഇപ്പൊ ചിലർ പറയില്ലേ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത
അവരെന്നെ ബഹുമാനിച്ചില്ല അല്ലെങ്കിൽ എന്നെ അതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ ആൾ വരും എന്ന് പറയുന്നത് പോലെ തന്നെ അതാണ് അത് നിയോഗം എന്ന് അതിന് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. അതല്ലെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. സിറ്റുവേഷൻസിനും പർപ്പസ് ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഇമ്പാക്ട് പിന്നീടാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ ചിലർ പറയില്ലേ സമയം നോക്കിയിട്ട് ജാതകം നോക്കി പറയുന്ന പോലെ ഇപ്പൊ മോശം സമയമാണ്, മോശം സമയത്ത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല സമയം ഉണ്ടാവില്ല. ഈ മോശം സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് നല്ല സമയം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സോ എപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും 100% നമ്മളെ കൊണ്ട് ആ സമയത്ത് പറ്റുന്നത്. നമുക്കിപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ആഗ്രഹിച്ച മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വരില്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ നമുക്ക് പറ്റുന്നതിന്റെ ഫുള്ളായിട്ട് അവിടെ ചെയ്യുക, അതിന്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ റിസൾട്ട് കിട്ടും. അപ്പൊ അന്ന് ഡാൻസ് പഠിച്ചില്ലായിരുന്നെങ്കിൽ പോലും വിനീതേട്ടൻ സിനിമയിലേക്ക് എത്തുമായിരുന്നു അറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ, മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു റൂഫിന്റെ താഴെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ജോലി എനിക്ക് കംഫർട്ടബിൾ ആവില്ല ഒരിക്കലും. അപ്പൊ അതല്ലാത്തൊരു ജോലി. അപ്പൊ ഇതിപ്പോ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സ്ഥലം മാറുന്നു, എൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ് മാറുന്നു. അപ്പോൾ എവറി സെറ്റ് എനിക്ക് പുതിയതാണ്, അല്ലെങ്കിൽ എവറി ഫിലിം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എനിക്ക് പുതിയതാണ്. അപ്പോൾ അത് കുറേ പുതിയ ക്യാരക്ടേഴ്സ് എൻ്റെ കൂടെ. അപ്പോൾ പലപ്പോഴും സമയം പോകുന്നത് പോലും നമ്മൾ അറിയാറില്ല. ഇപ്പോൾ ഒരു പ്രൊജക്ട് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ ഒരു 2 years അല്ലെങ്കിൽ 3 years പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ കൂടെ എപ്പോഴും ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗ്സ്, അവർക്ക് വേണ്ട മ്യൂസിക്സ്, അങ്ങനെ 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 പോവല്ലേ. ആ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോന്നിന് ശേഷം അപ്പൊ അതാണ് നീ ചോദിച്ചതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയില്ല നമ്മൾ എന്താവാൻ അല്ലെങ്കിൽ എന്താവും എന്നൊന്നും, ഇതല്ലെങ്കിൽ അത് എന്ന് പറയാൻ അറിയില്ല. പക്ഷെ ഇപ്പൊ ഉള്ളത് എനിക്ക് ഏറ്റവും ഈ പാഷനും നമ്മുടെ വർക്കും ഒന്നാവുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ പാഷൻ കൂടുതൽ ഈ പറയുന്ന പോലെ ഡാൻസ് ആണോ, ആക്ടിങ് ആണോ, അല്ല ഡിറക്ഷനിലാണോ? ഇപ്പൊ കൂടുതലും എല്ലാം ഒരു ഇഷ്ടം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്തിനോടെങ്കിലും നമുക്കൊരു കൂടുതലായിട്ടൊരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് വരെയും ഞാനിപ്പോൾ അയാൾ ഞാനല്ല ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അയാൾ ഞാനല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ചോദ്യം നസ്രി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. കാരണം ഫഹദും നസ്രിയും ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്യാംദത്ത് എൻ്റെ സിനിമാറ്റോഗ്രാഫർ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നസ്രി ഇതേപോലെ ചോദിച്ചു, വിനീതേട്ടന് ഇഷ്ടം ആക്ടിങ് ആണോ ഡയറക്ടിങ് ആണോ? അപ്പോൾ ശ്യാമാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഇതിലെന്താ ഡൗട്ട്, അവന് ഓടിച്ചാടി ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ അതായത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ ഫിലിം മേക്കിംഗ്, ആക്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടയറിങ് ജോബാണ്. ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരുപാട് മാനേജ്മെന്റ് സ്കില്ല് വേണം. പിന്നെ അത്രയും നമ്മളെ എന്താ പറയുക, നമ്മൾ ശരിക്കും ട്രെയിൻ ആവും. ഒരു പടം ഷൂട്ട് ചെയ്ത് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിന്റെ ഡയറക്ടർ എല്ലാവരും നമ്മൾ കാണാം. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ എല്ലാ മേക്കേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് കമ്പയർ ടു ആക്ടിങ് അത് ഭയങ്കര ടയറിങ് ജോബാണ്. പക്ഷേ ഞാനത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ ഹഡിൽസും, അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ പെയിനും എനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്ടിങ് കരിയറിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ്, ഇപ്പം ഞാൻ വേഗം ചെയ്തപ്പോഴും അത് കഴിഞ്ഞിട്ട് സൈമൺ ഡാനിയൽ ചെയ്തപ്പോഴും പിന്നീട് ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത്. കാരണം അതിന് മുമ്പൊക്കെയും എനിക്ക് കുറെ ആ കാലഘട്ടങ്ങളിലുള്ള ഫിലിം മേക്കിംഗ് പ്രോസസ്സിന്റെ ഒരു പ്രത്യേകതയും കൂടെ എന്നെ ഒരുപാട്, കാരണം എപ്പോഴും ഒരു ആക്ടർ കംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനൊരു മേക്കറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ആ ഒരു കംഫർട്ട് സോണിലേക്ക് എന്നെ പലപ്പോഴും മുമ്പുള്ള പ്രൊജക്റ്റുകളിൽ എനിക്ക് എത്താൻ പറ്റിയിരുന്നില്ല. ഞാൻ പറയുന്നത് അവർ ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി മോശമായതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഒരു ആക്ടർ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ലെവൽ എനിക്ക് കിട്ടിയത് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ്. സോ ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ടിങ്. ഇപ്പോൾ ഈ സെറ്റ് ഇപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന റൈഫിൾ ക്ലബിന്റെ ടീം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ അതാണ് നേരത്തെ പൊന്നമ്മ ചേച്ചി വന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ആ സെറ്റ് ഭയങ്കര മിസ്സിംഗ് ആണ് ഇപ്പോൾ. ആ ടീമിന്റെ കൂടെയുള്ള ഈ പറയുന്ന നമ്മളെല്ലാം നേരത്തെ പറഞ്ഞില്ല, ഒരു സിംഗിൾ ലൊക്കേഷൻ ആണ് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ എല്ലാവരും കൂടെയുള്ള ഗാദറിങ്, അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ആക്ടിങ്ങും ഭയങ്കര പാഷനാണ്. ഞാൻ ഉണ്ടാക്കുന്ന കഥകൾ ഞാൻ കണ്ട സിനിമകൾ ആണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും. അപ്പൊ അത് അവര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുമ്പോ എനിക്ക് അതിനകത്തൊരു കളി തോന്നും. അപ്പൊ ഞാൻ അവിടെ ഒക്കെ ഞാൻ അപ്പോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെ സിനിമയോടുള്ള ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ഇതിന്റെ ഏത് പാർട്ടിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്.